ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം നാം മൂലപാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിൽ 5-ാമത്തെ പാപമായ കൊതി എന്നാൽ എന്താണെന്നും അതിനെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന നാം നമ്മളുടെ ഉള്ളിലുള്ള ആ പാപത്തിൻ്റെ വേരുകളെ പരിപൂർണമായിട്ട് പറിച്ചു കളഞ്ഞുകൊണ്ട് റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ തായ്വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമാകും. വിശുദ്ധി എന്ന ആ വേര് നമ്മളിൽ നിന്ന് വളർന്ന് 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 ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. എഫെസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. നമ്മൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച് കഴിയുമ്പോഴാണ് സകല വിശുദ്ധരോടുമൊപ്പം ഉള്ള അവകാശം നമുക്ക് ലഭിക്കുന്നതും ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നതും. അതേസമയമോ മൂലപാപത്തിൻ്റെ വേരുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നരകത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ പോവുകയും ഓരോ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി ആ ദൈവരാജ്യം അവകാശമാക്കുന്നതിന് പകരം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിലേക്ക് വലിയൊരു അടിസ്ഥാനം ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ പാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ആ പാപങ്ങളിൽ നിന്ന് ഓരോ ദിവസവും പടിപടിയായി ചെറിയ ചെറിയ പാപങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് ആ വിശുദ്ധിയിലേക്ക് കയറാം. എന്താണ് കൊതി എന്ന പാപം? ഏത് വസ്തുവിനോടോ ജീവികളോടോ ഉള്ള അതിരുകവിഞ്ഞ അമിതമായ ആഗ്രഹമാണ് കൊതി എന്ന് പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം 13-ാം വചനം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്: അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണ് ഉള്ളത്? അതിനിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണ്. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണ് ഉള്ളത്? നമ്മുടെ ശരീരത്തിലെ അവയവമായ കണ്ണ് എന്ന അവയവത്തിലൂടെയാണ് നമ്മൾ ഓരോന്നും കാണുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും കൊതി എന്ന പാപത്തിന് അടിമകളാകുന്നതും. അതുകൊണ്ട് നമ്മുടെ ഈ കണ്ണിനെ ആദ്യമേ തന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞാലോ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നാവിനെ നിയന്ത്രിച്ചാലോ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. ഇതുപോലെ കണ്ണിനെ അടക്കിയാലോ കണ്ണിനെ നിയന്ത്രിച്ചാലോ കൊതി എന്ന പാപത്തെ നമുക്ക് ഒത്തിരിയേറെ കുറച്ചുകൊണ്ട് വരുവാൻ നമുക്ക് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34 മുതലുള്ള തിരുവചനത്തിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റം പറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അതുകൊണ്ട് നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. നമ്മുടെ ഈ കണ്ണിനെ നിയന്ത്രിച്ചാലോ, കണ്ണ് വിശുദ്ധമെങ്കിൽ, അതായത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുമ്പോഴും ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ നോക്കാതെ കണ്ണിനെ നിയന്ത്രിച്ച് കഴിയുമ്പോഴോ ശരീരം മുഴുവൻ വിശുദ്ധിയുള്ളതായിട്ട് മാറും. ഈ യുഗത്തിൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ കണ്ണുകൊണ്ടാണ് നമ്മൾ ഓരോന്നും കാണുന്നത്. നമ്മൾ അതിനെല്ലാം നിയന്ത്രിച്ച് വരുമ്പോൾ വിശുദ്ധി നമ്മളിൽ ആരംഭിക്കുകയും ഓരോ ദിവസവും കർത്താവിലേക്ക് നമ്മൾ വളരുകയും ചെയ്യും. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ കാര്യത്തിലും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദിവസവും നമ്മൾ ഈശോയിലേക്ക് വളരുമ്പോൾ, ഈശോയിലേക്ക് അടുക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ഉം 5-ഉം തിരുവചനത്തിൽ വീണ്ടും ജനനം,
അനുദിനം ഇത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈശോയിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3-16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത് പോലെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ട് വളർന്നു വരേണ്ടവരാണ്. അതോ നമ്മൾ പാപത്തിൽ നിന്ന്, ഓരോ മൂല പാപത്തിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കാതെ നമ്മൾ ആ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ താഴേക്ക് വരികയാണോ ചെയ്യുന്നത്? അതോ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണോ ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് ധ്യാനിക്കണം. കൊതി എന്ന മൂലപാപം എന്നാൽ ഭക്ഷണത്തോട് മാത്രമുള്ള ആസക്തിയല്ല, മറിച്ച് നമ്മുടെ വസ്ത്രമോടിയിലുള്ള അഹങ്കാരം, ജഡിക ആസക്തി, ജഡത്തോടുള്ള കൊതി, ആഡംബരത്തോടുള്ള കൊതി, പേരിനും പെരുമയോടുമുള്ള കൊതി, ഇങ്ങനെ പല വിധത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. നമ്മളിൽ ഭക്ഷണത്തോടുള്ള ആസക്തി മാത്രമായിരിക്കില്ല ഉള്ളത്. ഏതാണ് നമ്മളിൽ ഉള്ളത്? ഏത് പാപത്തിനാണ് നമ്മൾ ഓരോരുത്തരും അടിമയെന്ന് നമ്മൾ ചിന്തിച്ച് ഈ ഒരു 2026 കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളർന്നു വരാം. നമ്മുടെ ആദി മാതാപിതാക്കന്മാരുടെ ആദിമ നീതി നഷ്ടപ്പെട്ടതും കൊതി എന്ന ആഗ്രഹത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-6 തിരുവചനത്തിൽ പറയുന്നതുണ്ട്, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. അപ്പോൾ അവരത് കണ്ടു, അതിനോടുള്ള ഒരു കൊതിയുണ്ടായി. അപ്പോൾ അവരത് പറിച്ചു തിന്നുകയും ആദിമ നീതി നഷ്ടപ്പെട്ട് അത് തലമുറയായിട്ട് ഈ ജന്മപാപം നമുക്ക് ഓരോരുത്തർക്കും കൈമാറപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാപങ്ങളും നമ്മളിൽ അടിസ്ഥാനപരമായിട്ട് ആ സ്റ്റെയിൻ ഓഫ് സിന്ന്, പാപത്തിൻ്റെ കറ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. നമ്മൾ ഈശോയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഓരോരോ പാപങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് 2 പത്രോസ് 2-19 തിരുവചനത്തിൽ പറയുന്നത്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. നമ്മളെ ഏത് പാപത്താലാണോ നമ്മൾ തോൽപ്പിക്കപ്പെടുന്നത്, നമ്മൾ ഓരോരുത്തരും അതിൻ്റെ അടിമകളാണ്. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് 2 കൊരിന്തോസ് 5-21 തിരുവചനത്തിൽ പറയുന്നത് പോലെ, അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് പാപം അറിയാത്തവനെ നമുക്കായി അവിടുന്ന് പാപമാക്കി. നമ്മളെ തോൽപ്പിക്കുന്ന പാപങ്ങൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഫിലിപ്പിയർക്കെതിരെ 3-21 തിരുവചനത്തിൽ പറയുന്നത് പോലെ, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഈ നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, നമ്മൾ തോൽപ്പിക്കപ്പെടുന്ന തിന്മയിൽ നിന്ന് കരകയറ്റുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. കാരണം നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ദൈവങ്ങളാക്കുവാൻ ദൈവം മനുഷ്യനായി പിറക്കുകയാണ്. എന്നിട്ട് ആ ദൈവമഹത്വത്തിൽ പങ്കുകാരാകാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് തന്നോട് കൂടുതൽ അടുപ്പിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നമ്മൾ തോൽപ്പിക്കപ്പെടുന്ന പാപം ഏതാണോ അതിനെ നമുക്ക് കീഴ്പ്പെടുത്താം. നമ്മളെ തോൽപ്പിക്കപ്പെടുത്തുന്ന പാപത്തെ കീഴ്പ്പെടുത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ ഈ പാപം പലപ്പോഴും നമ്മളെ വേട്ടയാടുകയും പ്രലോഭകൻ നമ്മളെ പല വിധത്തിലും പരീക്ഷിക്കുകയും ചെയ്യും. ഇതാണ് സംഗീത പുസ്തകം 32 22 തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മളെ വേട്ടയാടും. എന്ന് വെച്ചാൽ നമ്മളെ ഏത് നിമിഷവും വീഴ്ത്താൻ വേണ്ടി അവ കാത്തിരിക്കും. നാം കണ്ടു ഉൽപ്പത്തി പുസ്തകം 4 6-7 തിരുവചനത്തിൽ, പാപം നമ്മുടെ ഓരോരുത്തരുടെയും പടിവാതിക്കൽ കാത്തു നിൽപ്പുണ്ട്. അവ നമ്മളെ താല്പര്യം വെച്ചിട്ടുമുണ്ട്. എപ്പോഴും നമ്മളിൽ പാപം താല്പര്യം വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അതിനെ കീഴ്പ്പെടുത്തണം. അപ്പം ഓരോ പാപത്തെയും കീഴ്പ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് സ്വാതന്ത്ര്യവും നൽകി. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയാണ്, ആദ്യം അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടുന്ന് സ്വാതന്ത്ര്യവും നൽകി. എന്നിട്ട് പറയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. ശ്രദ്ധാപൂർവം പാലിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന്. കാരണം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പാപം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പാപത്തിൽ നിന്ന് മാറി നിൽക്കാം. പ്രലോഭകൻ ഏത് നിമിഷവും നമ്മളെ പാപത്തിൽ വീഴ്ത്തിയേക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, പ്രലോഭകൻ നിങ്ങളെ ഏത് വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം പാഴായി പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു. പ്രലോഭകൻ ഏതൊരു നിമിഷവും നമ്മളെ പാപത്തിൽ പെടുത്തുവാൻ വീഴിക്കാൻ തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് ശക്തനാണ്. ശക്തനായ ദൈവം സകലത്തിനെയും കീഴ്പ്പെടുത്തി പോയതുകൊണ്ട് കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ, ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്കിതിനെയെല്ലാം കീഴ്പ്പെടുത്തി പാപത്തിൽ നിന്ന് പരിപൂർണ വിടുതൽ ലഭിക്കും. നമ്മൾ 2026 പ്രവേശിക്കുമ്പോൾ ഓരോ പാപങ്ങളോടും വിട പറയാൻ ശ്രമിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനത്തിൽ, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. നമ്മൾ ഓരോ പാപത്തോടും വിട പറയുമ്പോൾ, നോ പറയുമ്പോൾ അശുദ്ധാത്മാക്കൾ എന്തു ചെയ്യും? നമ്മളിൽ നിന്ന് വിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് ഓരോ സ്ഥലത്തും ആശ്വാസം തേടി അലഞ്ഞു നടക്കും. മറ്റെവിടെയെങ്കിലും കയറാൻ ഒരിടത്തും കിട്ടാതെ വരുമ്പോൾ അവ പരസ്പരം പറയും, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. നമ്മൾ ഓരോ പാപത്തിൽ നിന്നും വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മളെ തന്നെ അടിച്ചു വാരി ശുദ്ധീകരിക്കപ്പെട്ടതായി കാണുമ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേനേക്കാൾ മോശമായി തീരുന്നു. എപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് പ്രലോഭകൻ കാത്തിരിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ അടിയുറച്ച് നിന്നാലോ, 1 യോഹന്നാൻ 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, യുവാക്കന്മാരെ യുവതികളെ നിങ്ങൾ ശക്തന്മാരാണ്, എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ദുഷ്ടനെ ജയിക്കണമെങ്കിൽ നമ്മുടെ ആയുധം എന്താണ്? എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. അപ്പം ദൈവവചനവും വ്യക്തിപരമായ പ്രാർത്ഥനയും തുടരെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും പ്രലോഭകനെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിലും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിലും നാം വായിക്കുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോവുകയാണ്. എന്തിനാണ്? സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ഈശോ അവിടെ 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയുകയും അവിടത്തേക്ക് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക. ഈശോ ദൈവമായിട്ടും പ്രലോഭകൻ അവിടുത്തെ സമീപിക്കുകയാണ്. അവിടുത്തെ വിശന്നപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീന സാഹചര്യങ്ങളിൽ എപ്പോഴും പ്രലോഭകൻ നമ്മളെ സന്ദർശിക്കും. നമ്മൾ കണ്ടു, പാപം പടിവാതിക്കൽ കാത്തു നിൽപ്പുണ്ട്. അത് നമ്മൾ താല്പര്യം വെച്ചിട്ടുമുണ്ട്. ഈശോ എങ്ങനെയാണ് ഇതിനെ കീഴ്പ്പെടുത്തിയത്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ദൈവവചനം കൊണ്ട് സാത്താനെ കീഴ്പ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ ദൈവം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവവചനം കൊണ്ട് നിറഞ്ഞ്
ജീവിച്ചാലോ പ്രലോഭകനെ നമുക്ക് ഓരോരുത്തർക്കും കീഴ്പ്പെടുത്താൻ കഴിയും. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. നമ്മൾ ഭക്ഷണത്തോട് ആസക്തി ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിലേക്ക്, ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാറ്റിനോടും ഒരു മിതത്വം പാലിക്കണം. ഭക്ഷണം നമുക്ക് ആവശ്യമാണ്, നമ്മളത് കഴിക്കണം. പക്ഷെ നമ്മൾ ഒന്നിനും അടിമയാകരുത്. ഉദരത്തിന് നമ്മൾ അടിമയാകരുത്. ദൈവം എല്ലാം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഒരു മിതത്വം പാലിക്കണം. കൊതി എന്ന ആ മൂലപാപത്തിൻ്റെ മറുമരുന്നാണ് മിതഭോജനം. അതായത് മിതത്വം. നമ്മൾ ആർത്തിയോടെ ഒന്നിൻ്റെയും പുറകെ പോകാതെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോമ്പുകളും എല്ലാം എടുക്കുന്നത്. ഹെബ്രായർക്കെതിരെ ലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനത്തെ പറയുന്നുണ്ട്, ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തെ ശ്രദ്ധിക്കുന്നവന് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നമ്മൾ ഭക്ഷണത്താലല്ല, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കൃപാവരത്താലാണ്. അതാണ് ഈശോ പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം വിട്ടുപോവുകയില്ല. അപ്പോൾ ഓരോ പ്രലോഭകനും നമ്മളെ വിട്ടു പോകണമെങ്കിൽ ചില സമയത്ത് നമ്മൾ ഉപവാസമെടുക്കണം. ഭക്ഷണത്തോടുള്ള ആസക്തി നമ്മൾ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുന്നതാണ് ആ കൊതി എന്ന പാപത്തിനുള്ള മറുമരുന്ന്. ഇതാണ് ഈശോ 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് പറയാണ്, എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. നമ്മൾ ദൈവഹിതം പ്രവർത്തിച്ച് ജീവിച്ചാലോ എന്നേക്കുമായിട്ട് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച അനേക വിശുദ്ധർ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും അൾത്താരയിലിരിക്കുന്നത് നാം കാണാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി, വിശുദ്ധ ഫ്രാൻസിസ് അസിസി, ഫ്രാൻസിസ് സേവിയർ, സെയിൻറ്റ് ആൻ്റണി എന്നുവേണ്ട സകല വിശുദ്ധരും 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തിരഞ്ഞെടുത്ത ആ 12 അപ്പസ്തോലന്മാർ, ഇങ്ങനെ നീണ്ട വിശുദ്ധരുടെ ഒരു പട്ടിക ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം അവരിൽ വളർന്നു, ലോകം അവരിൽ നിന്ന് കുറഞ്ഞു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യണം. അപ്പം നമ്മൾ എല്ലാത്തിനോടും, ലോകത്തോടുള്ള എല്ലാത്തിൽ നിന്നും ഒരു അറ്റാച്ച്മെൻറ്റ് വിടുമ്പോഴാണ് ആ ദൈവരാജ്യം നമ്മളിൽ വളരുന്നത്. ഈ 3 പാപങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി തന്നെയാണ് തിരുസഭ ഇന്നും ആ 3 വ്രതങ്ങൾ എടുക്കുന്നത്. കാരണം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചതും ഈ 3 പാപങ്ങളാണ്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ മരുഭൂമിയിലെ പരീക്ഷയിൽ കർത്താവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും പ്രലോഭകൻ വന്നതും ഈ പാപങ്ങളാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന 3 വ്രതങ്ങൾ എടുത്തുകൊണ്ട് അനേകരെ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കൊതി എന്ന പാപത്തിൻ്റെ മറുമരുന്നായ മിതത്വം, മിതഭോജനം വേണ്ട എന്ന് വെച്ച് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുകയും ഓരോ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. കൊതി എന്ന പാപം പലതരത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അവയിൽ നിന്ന് ഒരു അകലിച്ച പാലിച്ചാൽ, മിതത്വം നമ്മൾ കീപ്പ് ചെയ്താലോ നമ്മളെല്ലാ കാര്യത്തിലും വിജയിക്കും. കാരണം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ പറയാണ്, അതിനാൽ ഇസ്രയേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് അരുളി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം.
എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും, അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. നമ്മൾ എടുത്തു ചാടാതെ എല്ലാറ്റിനും ഒരു മിതത്വം നമ്മൾ പാലിച്ചാലോ, ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും ആ മിതത്വത്തോടെ അതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇവിടെ നിന്നിട്ട് പറയണം, നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ട് മാറിയാലോ. ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും, 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും. അതായത് നമ്മളെ തന്നെ നിയന്ത്രിക്കാതെ നമ്മൾ ജീവിച്ചാലോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാം ഓടും. നമ്മളെ തന്നെ നിയന്ത്രിച്ച് ചെറിയ 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 കാര്യങ്ങൾ മിതത്വം നമ്മൾ പാലിച്ചില്ലെങ്കിൽ, ഇവിടെ പറയണം, ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും, 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും. നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരം പോലെയും കുന്നിൻ മുകളിലെ ചൂണ്ട് പലക പോലെയും ആയിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മളെ തന്നെ നിയന്ത്രിച്ച് ആ മിതത്വം പാലിച്ചാലോ, നമ്മളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരം പോലെയും കുന്നിൻ മുകളിലെ ചൂണ്ട് പലകയും ആയിരിക്കും. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തേക്കുള്ള വഴികാട്ടികളായിട്ട് നമ്മൾ മാറും. കുന്നിൻ മുകളിലെ ചൂണ്ട് പലകയുടെ പ്രത്യേകത എന്താണത്? ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇത് നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്കുള്ള ചൂണ്ട് പലകകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെങ്കിലോ, ഒരു കൊടിമരമാകണമെങ്കിലോ, കൊടിമരത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാറ്റിനും ഉപരിയായി അത് ഉയർന്നു നിൽക്കും. ഇതുപോലെ ആ ദൈവീക തേജസ് കൊണ്ട്, ദൈവീക ചൈതന്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറഞ്ഞു നിൽക്കണമെങ്കിലോ, ഓരോ പാപങ്ങളെയും നിയന്ത്രിച്ച് മിതത്വം നമ്മൾ പാലിക്കണം. എത്രമാത്രം സഹനങ്ങളും വേദനകളും വരുമ്പോഴും ആ ഈശോയെപ്പോലെ യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ വിരയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തറിക്കുന്നവരുടെ മുമ്പിൽ നിന്നു കൊടുക്കുന്ന ചെമ്പരയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഈശോ ദൈവമായിരുന്നിട്ടും ആ പീഡാസഹനങ്ങളുടെ വഴിയെ കടന്നു പോയപ്പോൾ അവിടുന്ന് പിന്തിരിഞ്ഞോടിയില്ല, അവിടുന്ന് നിന്നു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലും കുറ്റാരോപണങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിതെല്ലാം ഫേസ് ചെയ്യണം. ഈ സമയത്തൊക്കെ നമ്മൾ മിതത്വത്തോടെ നിൽക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മിതത്വം എന്ന പുണ്യം അഭ്യസിച്ച് വരണം. അതാണ് ഈശോ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയോടെ അത് ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ക്ഷമയോടെ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ മിതത്വം എന്ന പുണ്യം നമ്മൾ ഓരോരുത്തരും അഭ്യസിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ പോലെ ഇരുന്നാലും മങ്ങിയ തിരി പോലെ ആയാലും, അതായത് ഏത് നിമിഷവും കെട്ടുപോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് കെടുത്താതെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാലോ, ദൈവരാജ്യത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഈ ദൈവവചനം വളർന്ന് പന്തലിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലൂടെയുമാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലും ഇതായിരുന്നു സംഭവിച്ചത്. മറിയം ചെറുപ്പത്തിൽ തന്നെ ആ മിതത്വം പാലിച്ചു വന്നതുകൊണ്ട്, ഓരോ പുണ്യങ്ങൾ മറിയത്തിൽ മാംസം ധരിച്ചതുകൊണ്ട്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം വിശ്വസിക്കുകയാണ് കർത്താവ് അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും നിറവേറുമെന്ന്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം
18 മുതൽ 25 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴും മറിയം അത് അറിഞ്ഞിട്ടും തന്നെ നീതീകരിക്കുവാനോ ഒന്നും പോയില്ല. അവിടെ പോയി ദൈവമാണ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല. നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെല്ലാം നിറമേറുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ജോസഫിൻ്റെ ജീവിതത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും മറിയത്തെ സ്വീകരിക്കാൻ കൽപ്പിക്കുന്നതും. നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ട് മാറണം. മിതത്വം എന്ന പുണ്യം സ്വീകരിച്ചുകൊണ്ട് കൊതി എന്ന പാപത്തെ നമ്മളിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റിക്കൊണ്ട് എല്ലാത്തിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച്മെൻ്റാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്നും നമ്മളെ കീഴ്പ്പെടുത്താതെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാറ്റിൻ്റെയും മേൽ അവനായിരുന്നു അധികാരം. അങ്ങനെ കർത്താവിനോട് വിശ്വസ്തരായി വെളിപാട് പുസ്തകം 17 അധ്യായം 14 തിരുവചനത്തിൽ അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ വളരെ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അനേകരെ കർത്താവ് വിളിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് വിശ്വസ്തരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആദി മാതാപിതാക്കന്മാർ വെയിറ്റ് ചെയ്യാതെ ആ ദൈവഹിതത്തിന് കീഴ്പ്പെടാതെ വന്നപ്പോൾ, കാത്തിരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവിടെ പാപം മുളയെടുത്തത്. വീണ്ടും ദൈവം അബ്രഹത്തെയും സാറായും തിരഞ്ഞെടുത്തു. സാറായും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ മടിയായതുകൊണ്ടാണ് മറ്റൊരു ജനത ജന്മമെടുത്തത്. എന്നാൽ റൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ റൂത്തിനോട് വെയിറ്റ് ചെയ്യേണ്ട എന്ന് തൻ്റെ അമ്മയെല്ലാം കൽപ്പിച്ചപ്പോൾ റൂത്ത് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ജാതിയിൽ നിന്ന് ദൈവമായ കർത്താവിൻ്റെ ആ ജീനിയോളജി, നമ്മുടെ കർത്താവിൻ്റെ വംശാവലി റൂത്ത് എന്ന പുറം ജാതിക്കാരിയിൽ നിന്ന് വരുവാൻ കാരണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി കാത്തിരുന്നാലോ ആ ന്യായാധിപൻ വിധവയെയും പോലെ ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിൽ ആ വിധവ നിരന്തരം ശല്യം ചെയ്തുകൊണ്ട് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുത്തതുപോലെ നമ്മൾ നിശബ്ദമായിട്ട് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ കാത്തിരുന്നാലോ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും എന്നതിൻ്റെ തെളിവാണ് റൂത്ത്. എഫെസ്യർക്ക് ലേഖനം 3 അധ്യായം 20 തിരുവചനത്തെ പറയുന്നത് പോലെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവിന് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കാം. അങ്ങനെ ഓരോ പാപങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കാം. കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാം. ദൈവവചനത്തെ നമ്മൾ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഈ പുതിയ വർഷം സഞ്ചരിക്കുന്ന ദൈവവചനങ്ങളായിട്ട് നമുക്ക് മാറാം. പരിശുദ്ധ കന്യാമറിയത്തെ വിളിക്കുന്നത് ആദ്യത്തെ സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ്. കാരണം വചനം മാംസമായത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലാണ്. അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്കും സഞ്ചരിക്കുന്ന സക്രാരികളായിട്ട് ഓരോ വചനവും നമ്മൾ പാലിക്കുന്നത് വഴി, വചനം മാംസമാകുന്നത് വഴി സഞ്ചരിക്കുന്ന ദൈവവചനങ്ങളായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.